Good evening, students. Today we are discussing the drug Borax. Borax, the full name is Borax veneta. Borax is the biborate of sodium, that is natrum biboracicum. Biborate of soda, ഇങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്. ബൈബോറേറ്റ് ഓഫ് സോഡ. സോഡിയം ബൈബോറേറ്റ് ആണ് ബൊറാക്സ് എന്ന് പറയുന്നത്. അതായത് ബൊറാക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്രം ഗ്രൂപ്പിൽ വരുന്ന ഡ്രഗാണ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നാട്രം ഗ്രൂപ്പിലെ ഡ്രഗ്സ് എഴുതുമ്പോൾ അതിനകത്ത് ബോറാക്സ് വിട്ടു പോകരുത്. കാരണം ബോറാക്സിൻ്റെ പല സിംറ്റംസും നമുക്ക് നാട്രത്തിൻ്റെ സിംറ്റംസ് ആണ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ ബോറാക്സ് ഈസ് കമ്മിങ് അണ്ടർ നാട്രം ഗ്രൂപ്പ്. സോ ബൊറാക്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോമൺ യൂസേജിൽ വരുന്ന ഒരു കെമിക്കലാണ് ബൊറാക്സ് എന്ന് പറയുന്നത്. അതായത് കോമൺ ലൈഫിൽ നമ്മൾ പല സാധനത്തിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് ബൊറാക്സ്. അതായത് ബൊറാക്സ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് മെനി ഡിറ്റർജൻറ്റ്സ്, കോസ്മെറ്റിക്സ് ആൻഡ് ഇനാമിൽസ്, ഗ്ലേസസ് ആൻഡ് ആസ് എൻ പിന്നെ മെഡിക്കലി അലോപ്പത്തിക് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അവരിത് ആൻറ്റി ഫംഗലായിട്ട് യൂസ് ചെയ്യും. ആൻറ്റി ഫംഗലായിട്ടുള്ള കംപ്ലയിൻസിനൊക്കെ അവർ യൂസ് ചെയ്യും. ടീനിയ പോലത്തെ കണ്ടീഷൻസിന് അവർ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസിന് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബോറാക്സിൻ്റെ ഫുൾ നെയിം ഈസ് ബോറാക്സ് വെനേറ്റ and it is the biborate of soda coming under the group natrum. Natrum ഗ്രൂപ്പിൽ വരുന്നതാണ്. ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു കെമിക്കലാണ്. വൈറ്റ് ആണ് അതിൻ്റെ കളർ വരുന്നത്. ദെൻ ദ കീനോട്ട്. ബോറാക്സ് എന്ന് പറഞ്ഞ ഡ്രഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് നമ്മൾ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രഗാണ്. പക്ഷേ എല്ലാ പറഞ്ഞ സിംറ്റംസിൽ വളരെ നല്ല ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ പ്രൂവൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. വളരെ നല്ല ആക്ഷനുള്ള ഡ്രഗ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കീനോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 സിംറ്റംസ് മാത്രമേ ഇതിനകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോറാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഫസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രെഡ് ഓഫ് ഡൗൺവേർഡ് മോഷൻ ഇൻ നിയർലി ഓൾ കംപ്ലയിൻറ്റ്സ്. ബോറാക്സ് പേഷ്യൻറ്റിനെ സംബന്ധിച്ച് എന്താണ്? ഡ്രെഡ് ഓഫ് ഡൗൺവേർഡ് മോഷൻ. അപ്പം ഈ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ മൈൻഡിൽ ഫിക്സഡ് ആയിട്ടുള്ളൊരു സിംറ്റമാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ജനറൽ മൊഡാലിറ്റിയാണ് എന്ത്? ഡൗൺവേർഡ് മോഷൻ അഗ്രവേഷൻ. ഇപ്പോൾ ഡ്രെഡ് ഓഫ് ഡൗൺവേർഡ് മോഷൻ ഇൻ നിയർലി ഓൾ ദ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ ബോറാക്സ് എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് ബോറാക്സിൻ്റെ പിക്ചർ കിട്ടുന്ന എപ്പോഴും ഒരു ചൈൽഡിലാണ്. ബോറാക്സിൻ്റെ ചൈൽഡിൻ്റെ പ്രസൻറ്റേഷനാണ്. നെക്സ്റ്റ് കീനോട്ട്, അതായത് നമ്മൾ ഈ ബൊറാക്സ് ചൈൽഡിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കുട്ടികളിൽ നമ്മൾ വെൻ വി ലേ ഡൗൺ ദ ചൈൽഡ് ഇത് എന്താണ്, അത് പെട്ടെന്ന് അത് സ്റ്റാർട്ടിലാവും. അത് പെട്ടെന്ന് അത് ഉറങ്ങുന്നില്ല. എന്നുവെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു കണ്ടീഷൻ വരും. അത് ഇതേപോലെ തന്നെയുള്ള ഒരു എന്താണ് ഓൾവേസ് ക്ലിങ്ങിങ് ടു ദ മദർ എന്ന് പറയുന്ന പോലത്തെ ഒരു കണ്ടീഷൻ നമ്മൾ വേറൊരു മെഡിസിൻ പറയും. അത് ബിസ്മത്താണ്. ബിസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസയർ ഫോർ കമ്പനി, ആ കമ്പനി സീക്ക് ചെയ്യുന്നതാണത്. അപ്പോൾ അത് ബിസ്മത്തിൻ്റെ വേറെ ഒരു കമ്പനിയാണ് ഇതിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ അതിനൊരു ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ. അതിനെ നമ്മൾ തൊട്ടിലേക്ക് കടത്തുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ആ ഡൗൺവേർഡ് മോഷൻ, ആ ഒരു നമ്മൾ കയ്യിലിരിക്കുമ്പോൾ കുട്ടി ഉറങ്ങും, ഞാൻ തൊട്ടിൽ കിടത്തുമ്പോഴാണ് കുട്ടി എഴുന്നേൽക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സിംറ്റമാണ് ബൊറാക്സിൻ്റെ. വെൻ ലൈങ് ദ ചൈൽഡ് ഡൗൺ ഓൺ എ കൗച്ച് ഓർ ഇൻ ദ ക്രബ് ദ ക്രൈസ് ആൻഡ് ക്ലീൻസ് ടു ദ നേഴ്സ്. ഈ സിംറ്റത്തിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ. ഇതേപോലെ തന്നെ ക്ലിങ്ങിങ് ടു ദ മദർ ആയിട്ടുള്ള ഡ്രഗാണ് ബിസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ സിംറ്റം ബിസ്മത്തിനില്ല. ഡൗൺവേർഡ് മോഷൻ്റെ ഫിയർ എന്ന് പറയുന്നത് ബൊറാക്സിലാണ്. ബിസ്മത്തിന് ഈ കമ്പനി ഡിസയറാണ്. അതായത് അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന ആളാണ് ബിസ്മത്ത്. The Borax children awake suddenly, screaming and grasping the sides of the cradle without apparent cause. അതായത് നമ്മൾ കുട്ടികൾ കാണുന്ന ഒരു റിഫ്ലക്സ് ഉണ്ട്, അത് മോറോ റിഫ്ലക്സ്. അത് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഇവരിൽ കൂടുതലായിട്ട് കാണിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എന്താണ് പെട്ടെന്ന് സ്റ്റാർട്ടിൽ ചെയ്ത് എഴുന്നേൽക്കുക, അത് ചെറിയൊരു സൗണ്ട് കേട്ടാൽ പോലും ഉറക്കത്തിൽ നിന്ന് കുട്ടി ഞെട്ടി എഴുന്നേൽക്കുക. ഈ ഒരു സിംറ്റമാണ് ബൊറാക്സ് ചൈൽഡിൽ പറഞ്ഞത്. അപ്പോൾ ബൊറാക്സ് ചൈൽഡിൽ നമുക്ക് പേഷ്യൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ. ഒരിക്കലും അമ്മ വന്നിട്ട് ഡൗൺവേർഡ് മോഷൻ ഒന്നും നമ്മുടെ അടുത്ത് പറയില്ല. പക്ഷേ അതിൻ്റെ പിക്ചർ എന്തായിരിക്കും? വെൻ ദ ചൈൽഡ് ഈസ് ബീങ് ലേഡ് ഓൺ, ദ ചൈൽഡ് വേക്സ് അപ്പ് സോ എയർലി ആൻഡ് ഇറ്റ് ക്ലിങ്സ് ടു ദ മദർ. അതല്ലെങ്കിൽ ഇറ്റ് ഗ്രാസ്പ് ദ ക്രിപ്പ്. ആ ഒരു സിംറ്റമാണ് നമ്മളിതിൽ കാണുന്നത്. ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷനാണ് ബൊറാക്സിൻ്റെ സിംറ്റം. പിന്നെ ബൊറാക്സിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് അതിന് ചൈൽഡ് അവേക്ക് സഡൻലി, അത് ഓവർ സെൻസിറ്റീവാണ്. ബോറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണലി ചെറിയ മൈൽഡ് ആയിട്ടുള്ള സൗണ്ട്സിനോട് വരെ ഓവർ സെൻസിറ്റീവായിട്ട് അവർ അതിനോട് പെട്ടെന്ന് സ്ലീപ്പൊക്കെ തന്നെ ഡിസ്റ്റർബ്ഡ് ആവുന്ന കണ്ടീഷൻസ്. അത് നമ്മൾ ഫെറമെറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഫെറമെറ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഈവൻ ക്രാക്ലിംഗ് ഓഫ് പേപ്പർ വരെ ഇവർക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഫെറമെറ്റ്, അസാരൻ യൂറോപ്പിയം, ടെറൻഡുല ഇങ്ങനത്തെ ഡ്രഗ്സൊക്കെ ഇങ്ങനത്തെ ചെറിയ മൈൽഡ് ആയിട്ടുള്ള സൗണ്ട്സിനോട് വരെ സെൻസിറ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബൊറാക്സ് ചിൽഡ്രൻ അവേക്ക് സഡൻലി, സ്ക്രീമിംഗ് ആൻഡ് ഗ്രാസ്പിംഗ് ദ സൈഡ്സ് ഓഫ് ദ cradle without apparent cause.
പിന്നെ ഫസ്റ്റ് ബൊറാക്സിൻ്റെ ചൈൽഡിൻ്റെ ഒരു ഇത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രവേഷൻ, അതല്ലെങ്കിൽ ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ. ആ ഡൗൺവേർഡ് മോഷൻ്റെ പ്രസൻറ്റേഷനാണ് പറഞ്ഞത്. ചൈൽഡിനെ നമ്മൾ ലേ ഡൗൺ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് എഴുന്നേൽക്കുക. പിന്നെ എന്താണ് വേക്സ് അപ്പ് ഫ്രം ദ ലീസ്റ്റ് സൗണ്ട് വരെ കുട്ടി സ്റ്റാർട്ടിൽ ചെയ്ത് എഴുന്നേൽക്കുന്ന ഒരു കണ്ടീഷൻ. ഇതാണ് ഒരു പ്രസൻറ്റേഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീനോട്ടാണ് അതിൻ്റെ ആഫ്തസ് മൗത്ത്. അതായത് ആഫ്തേക്ക് നമ്മൾ ഹോമിയോപ്പതിയിൽ ഒത്തിരി നല്ല ആക്ഷൻസ് ഉള്ള ഡ്രഗ്സ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രഗാണ് ബൊറാക്സ്. അതായത് ബൊറാക്സിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് മൗത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വായ ഇങ്ങനെ ചൂടായിട്ടുള്ളൊരു മൗത്താണ്. അപ്പോൾ ഹോട്ട് മൗത്ത്, അതായത് കോമൺ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സോർ മൗത്ത് വിച്ച് ഈസ് വേഴ്സ് ഫ്രം ടച്ച്, ഈറ്റിംഗ് സോൾട്ടി ഓർ സോർ ഫുഡ്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സിംറ്റംസ് ആണ്. ഇപ്പോൾ നമ്മൾ ക്ലിനിക്കലി സ്ഥിരമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആഫ്റ്റർ മൗത്ത് എന്ന് പറയുന്നത് ഹോട്ട് മൗത്ത്, വെച്ചാൽ ചൂട് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ഹോട്ട് മൗത്താണ് ഈ ഒരു ചൈൽഡിൻ്റെ ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ബൊറാക്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആൻറ്റി ഫംഗൽ, അത് അലോപ്പതി സിസ്റ്റത്തിൽ യൂസ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ കുട്ടികൾ കാണുന്ന ഓറൽ ത്രഷ് എന്ന കണ്ടീഷൻ, അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെഡിസിനാണ് ബൊറാക്സ്. അപ്പോൾ ബൊറാക്സിൻ്റെ ഫസ്റ്റ് കീനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ. സെക്കൻഡ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ് ഈസ് മൗത്തിൻ്റെ പ്രത്യേകത ആഫ്റ്റർ സോർ മൗത്ത്, അതായത് ഹോട്ട് മൗത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് വേഴ്സ് ഫ്രം ടച്ച് ആൻഡ് ഈറ്റിംഗ് സോൾട്ടി ഓർ സവർ ഫുഡ്. ആഫ്റ്ററുടെ സിംറ്റം ബൊറാക്സിൻ്റെ മൗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ നമ്മൾ മെർക്സോളൊക്കെ പഠിക്കുമ്പോൾ തന്നെയാണ് ആഫ്റ്റേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റേ പ്രിവെൻറ്റ്സ് എ ചൈൽഡ് ഫ്രം നേഴ്സിംഗ് വിത്ത് ഹോട്ട് മൗത്ത്. ഹോട്ട് മൗത്ത് പ്രിവെൻറ്റ്സ് എ ചൈൽഡ് ഫ്രം നേഴ്സിംഗ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചൈൽഡിന് എന്തുണ്ടാവും? ഡ്രൈനസ് ആൻഡ് തേഴ്സ്റ്റ്. അത് നമ്മൾ ആഴ്സാൽബിലുണ്ട്. ആഴ്സാൽബിൻ്റെ ചൈൽഡ് എങ്ങനെയാണ്? ഡ്രൈനസ് ഉള്ളതുകൊണ്ട് തന്നെ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യും ആഴ്സാൽബ് പേഷ്യൻറ്റ്? അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് സിപ്പായിട്ട് കോൾഡ് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ബൊറാക്സ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞത് ഹോട്ട് മൗത്ത്. ബൊറാക്സിൻ്റെ മൗത്ത് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റസ് മൗത്ത്, ഹോട്ട് മൗത്ത്, ഇതാണ് മെയിൻ സിംറ്റംസ്. പിന്നെ ഇതിൻ്റെ അഗ്രവേഷൻ ഫ്രം സ്ലൈറ്റസ്റ്റ് ടച്ച് അഗ്രവേഷനാണ്. പിന്നെ ഈറ്റിംഗ് സവർ ആൻഡ് സോൾട്ടി ഫുഡ്. ഇത് കോമൺ സിംറ്റാണ്. ഏത് ആൾക്കും വായിൽ ഇങ്ങനെ അൾസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അഗ്രവേഷൻ ഉണ്ടാകുന്നത് ഹോട്ട് തിങ്സ് അഗ്രവേഷൻ ആയിരിക്കും, ടച്ച് അഗ്രവേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ അവരിൽ ഈ ഇങ്ങനെ സോൾട്ടി സ്പൈസി ഒക്കെ സാധനം കഴിക്കുമ്പോൾ അഗ്രവേഷൻ ആയിരിക്കും. പിന്നെ ഇവരുടെ ക്രാക്ഡ് ആൻഡ് ബ്ലീഡിങ് ടങ് ആയിരിക്കും. ക്രാക്ഡ് ആൻഡ് ബ്ലീഡിങ് ടങ് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ ടങ് ഇൻഡൻറ്റഡ് ടങ് ആണെന്ന് പറയുന്നുണ്ട്. ഈ ആഫ്റ്റർ സൾസേഴ്സ് എല്ലാം ടങ്ങിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻക്രീസ്ഡ് സലൈവേഷൻ പറയുന്നത് നമ്മൾ മെർക്സോൾ പറഞ്ഞിട്ടുണ്ട്. ഇൻക്രീസ്ഡ് സലൈവേഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ് ടൈമാണ്. ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് ഇൻക്രീസ്ഡ് സലൈവേഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് ഡെൻറ്റീഷനാണ്. ഇൻക്രീസ്ഡ് സലൈവേഷൻ എസ്പെഷ്യലി ഡ്യൂറിങ് ഡെൻറ്റീഷൻ. പിന്നെ അടുത്ത ചൈൽഡിൻ്റെ പിക്ചർ പറയുന്നത് ചൈൽഡ് ഹാസ് എ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് സ്ക്രീംസ് ബിഫോർ യൂറിൻ പാസസ്. ഇതാണ് കുട്ടി മൂത്രം ഒഴിക്കുന്നതിന് മുന്നേ ഭയങ്കര കരച്ചിലായിരിക്കും. ആ യൂറിനേറ്റ് ചെയ്യുന്ന തൊട്ട് മുമ്പേ, അതായത് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഉടനെ തന്നെ യൂറിനേറ്റ് ചെയ്യുകയാണ് പോകുന്നത് വെച്ചാൽ അതിന് മുന്നേ കുട്ടി ഭയങ്കര വല്ലാണ്ട് കരയുന്നുണ്ടാവും. അതായത് ചൈൽഡ് ഹാസ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് സ്ക്രീംസ് ബിഫോർ യൂറിൻ പാസസ്. അപ്പോൾ ബിഫോർ യൂറിനേഷനിൽ വരുന്ന മെഡിസിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്കോപോഡിയം, സാനിക്കുല ആൻഡ് സർസാപ്പില്ല. ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ ഈസ് ബോറാക്സ്, ലൈക്കോപോഡിയം, സാനിക്കുല ആൻഡ് സർസാപ്പില്ല. ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷൻ. ബൊറാക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ക്രൈസ് ബിഫോർ യൂറിനേഷനുമാണ്, ചൈൽഡ് ക്രൈസ് ബിഫോർ സ്റ്റൂളുമാണ്. രണ്ടും ഈ ബൊറാക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ചൈൽഡ് ഹാസ് എ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആൻഡ് സ്ക്രീംസ് ബിഫോർ യൂറിൻ പാസസ്. അതർ മെഡിസിൻസ് ആർ ലൈക്കോപോഡിയം, സാനിക്കുല ആൻഡ് സർസാപ്പില്ല. പിന്നെ നമ്മൾ പറഞ്ഞു എക്സസീവ്ലി നെർവസ്, ഈസിലി ഫ്രൈറ്റൻഡ് ബൈ സ്ലൈറ്റസ്റ്റ് നോയ്സ് ഓർ അൺയൂഷ്വൽ ഷാർപ്പ് സൗണ്ട്, എ കഫ്, സ്നീസ്, എ ക്രൈ, ലൈറ്റ്നിങ്, എ മാച്ച് എക്സെട്ര. അത് നമ്മൾ മറ്റ് മെഡിസിൻസ് പറഞ്ഞത് അസാരം, യൂറോപ്പിയം, കലേഡിയം, പിന്നെ ഫെറമെറ്റ്, ഇതിനൊക്കെ ഈ സിംറ്റംസ് ഉണ്ട്. എക്സസീവ്ലി നെർവസ് ആൻഡ് ഫ്രൈറ്റൻഡ് ബൈ സ്ലൈറ്റസ്റ്റ് നോയ്സ് നമ്മൾ പറഞ്ഞു. ഫെറമെറ്റിൽ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ ക്രാക്ലിംഗ് ഓഫ് ദ പേപ്പർ വരെ അവർ സെൻസിറ്റീവായിട്ട് അവരതിന് ഉറക്കത്തിൽ ഞെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ. അത്രയും സ്ലൈറ്റ് നോയ്സ് വരെ ഇവർ സെൻസിറ്റീവാണ്. അപ്പോൾ എക്സസീവ്ലി നെർവസ്, ഈസിലി ഫ്രൈറ്റൻഡ് ബൈ സ്ലൈറ്റസ്റ്റ് നോയ്സ് ഓർ എൻ അൺയൂഷ്വൽ ഷാർപ്പ് സൗണ്ട്, എ കഫ്, സ്നീസ്, ക്രൈ. ഇപ്പോൾ ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുട്ടി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. പിന്നെന്താണ് ചൈൽഡ് സ്റ്റാർട്ടിൽ സീസ്ലി. പിന്നെ ചൈൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഡ്രെഡ് ഓഫ് ഡൗൺവേർഡ് മോഷൻ. അതായത് കുട്ടി കയ്യിൽ വെച്ച് ഉറങ്ങും, പക്ഷേ അതിന് കൗച്ചിലോ അതല്ലെങ്കിൽ അതിനെ ബെഡിലേക്കോ വെക്കുമ്പോഴത്തേനും ആ കുട്ടി ഞെട്ടി എഴുന്നേൽക്കുന്നൊരു കണ്ടീഷൻ. അതാണ് ബൊറാക്സ്. ബൊറാക്സിനെ പോലെ തന്നെ ഇങ്ങനെ ക്ലിങ്ങിങ്സ് ടു മദർ ആയിട്ടുള്ള ഡ്രഗാണ് ബിസ്മത്ത്. അത് ഡിസയർ ഫോർ കമ്പനിയാണ് അതിനകത്ത്.
പിന്നെ ഇതിനകത്ത് മൈൻഡ് ഹിസ്റ്റീരിക്കൽ പ്രസൻറ്റേഷൻസ് കാണിക്കും. അതിനകത്ത് ഇത് കെൻഡിൽ പറഞ്ഞ പിക്ചറാണ്. ഇറ്റ് ഹാസ് എൻ ഹിസ്റ്റീരിക്കൽ മാനിഫെസ്റ്റേഷൻ ചേഞ്ചസ് ഫ്രം വൺ വർക്ക് ടു അനദർ. അത് നമ്മളൊരു ഒരു ഒരു ഇൻകൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് ഒരു സ്ഥാനത്ത് ഉറച്ചു നിൽക്കാത്തൊരവസ്ഥ, അതായത് ചേഞ്ചസ് ഫ്രം വൺ വർക്ക് ടു അനദർ. അത് കെൻഡിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പെക്യുലിയർ ആയിട്ടുള്ള മെൻ്റൽ സിംപ്റ്റം പറയുന്നുണ്ട്. ഫ്രെറ്റ്ഫുൾ, ഇൽ ഹ്യൂമേർഡ്, ഇൻഡോളൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ഇൻക്രീസ്ഡ് until there is a stool and relieved by stool. അതായത് മെൻ്റൽ ഇറിറ്റബിലിറ്റി ഈസ് റിലീവ്ഡ് ബൈ സ്റ്റൂളാണ് പറഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർനൂണിൽ സ്റ്റൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മെൻ്റൽ ഇറിറ്റബിലിറ്റി റിലീവ് ആകും. അപ്പോൾ മെൻ്റൽ ഇറിറ്റബിലിറ്റി റിലീവ്ഡ് ബൈ സ്റ്റൂൾ, ദാറ്റ് ഈസ് ബൊറാക്സ്. നമ്മൾ പോഡോഫിലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോഡോഫിലത്തിൽ എന്തായിരുന്നു അത്? അതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഫോർനൂണിലെല്ലാം തന്നെ എന്തായിരിക്കും, അതിനകത്തൊരു ഡയറി ആയിരിക്കും. പക്ഷേ ആഫ്റ്റർനൂണിൽ എന്തായിരിക്കും സ്റ്റൂള്, അത് നോർമൽ സ്റ്റൂളൊക്കെ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇറിറ്റബിൾ ആൻഡ് ഇൽ ഹ്യൂമേർഡ് ഒക്കെ ആയിരിക്കും ആഫ്റ്റർനൂണിലൊരു സ്റ്റൂൾ, ആഫ്റ്റർ സ്റ്റൂൾ ദെയർ മെൻ്റൽ ഇറിറ്റബിലിറ്റി ഈസ് റിലീവ്ഡ്. നമ്മൾ അലോസിൽ പഠിച്ചിട്ടുണ്ട് മെൻ്റൽ ഇറിറ്റബിലിറ്റി എസ്പെഷ്യലി വെൻ കോൺസ്റ്റിപ്പേറ്റഡ്. ഇതേപോലെ തന്നെ ഇവിടെ മെൻ്റൽ ഇറിറ്റബിലിറ്റി ഈസ് റിലീവ്ഡ് ആഫ്റ്റർ സ്റ്റൂൾ. അപ്പോൾ ആഫ്റ്റർ സ്റ്റൂൾ കുറേ സിംറ്റംസ് നമ്മൾ സിംറ്റം പഠിച്ചിട്ടുണ്ട്. പോത്തോസിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ റിലീവ്ഡ് ബൈ സ്റ്റൂളാണ്. അതായത് നമ്മുടെ ബൊറാക്സ് പേഷ്യൻറ്റിന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഫ്രെറ്റ്ഫുൾ, ഇൽ ഹ്യൂമേർഡ് പേഴ്സൺ ആയിരിക്കും. ആൻഡ് ദ സ്റ്റേറ്റ് ഇൻക്രീസ്ഡ് അണ്ടിൽ ദർ ഈസ് എ സ്റ്റൂൾ ആൻഡ് ഈസ് റിലീവ്ഡ് ബൈ സ്റ്റൂൾ. പിന്നെ ബൊറാക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്കിന്നിൽ ഒത്തിരി നല്ല ആക്ഷനുള്ള ഡ്രഗാണ്. അപ്പോൾ സ്കിന്നിൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കിന്നിൽ ആക്ഷൻ ഉണ്ടാവും, ഹെയറിൽ ആക്ഷൻ ഉണ്ടാവും, നെയിൽസിൽ ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ബൊറാക്സ് പേഷ്യൻറ്റിൻ്റെ ഹെയർ എന്ന് പറഞ്ഞൊരു വളരെ ഡേർട്ടി ആയിരിക്കും. പിന്നെ ഈസിലി ടാങ്കിൾഡ്, സ്പ്ലിറ്റ്, സ്റ്റിക്സ് ടുഗദർ, എസ്പെഷ്യലി അറ്റ് ദ ടിപ്സ്. അതായത് ഇങ്ങനെ ഈ സന്യാസിമാരിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നതിന് നമ്മൾ പ്ലിക്ക പൊളോണിക്ക എന്നാണ് ആ കണ്ടീഷൻ പറയുക. പ്ലിക്ക പൊളോണിക്ക. അതിന് വേറെ കുറേ ഡ്രഗ്സ് ഉണ്ട്, സോറിനം, ട്യൂബർക്കുലിൻ, അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ ജട പിടിച്ച പോലെ ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഹെയർ ബിക്കം ഫ്രൗസി, ടാങ്കിൾഡ്, സ്പ്ലിറ്റ്സ് ആൻഡ് സ്റ്റിക്സ് ടുഗദർ അറ്റ് ഇറ്റ്സ് ടിപ്സ്. എസ്പെഷ്യലി അതിൻ്റെ ടിപ്സിലാണ് അതിങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഹെയറിൻ്റെ പ്രസൻറ്റേഷൻ. പിന്നെ ഹെയർ കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫേസിലെ എക്സ്പ്രഷൻ നോക്കുമ്പോഴത്തേനും ഇവർക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് ഇവരുടെ ഐലാഷസ് ആണ്. ഐലാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗമ്മി ആയിട്ട്, ഐലാഷസ് ലോഡഡ് വിത്ത് ഡ്രൈ ഗമ്മി എക്സുഡേഷൻ, അഗ്ലൂട്ടിനേറ്റഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ടേൺ ഇൻവേർഡ് ആൻഡ് ഇൻഫ്ലെയിം ദ ഐ എസ്പെഷ്യലി അറ്റ് ദ ഔട്ടർ ക്യാൻഡസ് ആൻഡ് ടെൻഡൻസി ടു വൈൽഡ് ഹെയർസ്. അതായത് നമ്മുടെ ഐലാഷസ് ഇൻഗ്രോൺ ആണ്, ഉള്ളിലേക്ക് വളരുന്നൊരു കണ്ടീഷൻ. അതിനാണ് നമ്മൾ വൈൽഡ് ഹെയർസ് എന്ന് പറയുക, വൈൽഡ് ഹെയർസ്. പിന്നെ നോസിൽ നമ്മൾ ബൊറാക്സിൻ്റെ ലേഡീസിന് കുട്ടികൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ബൊറാക്സ് വേറെ കുറേ സിംറ്റംസ് വരും. ഫീമെയിൽസിൻ്റെ കുറേ സിംറ്റംസ് ഉണ്ട്. അപ്പോൾ ബൊറാക്സ് ലേഡിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് നോസ് ഓഫ് യങ് വുമൺ. പിന്നെ ഇവരുടെ അപ്പിയറൻസ് തന്നെ ഒരു ഡേർട്ടി അപ്പിയറൻസ് ആണ്. അപ്പോൾ ഒരു ക്രസ്റ്റി ഒക്കെ ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ നോസ്ട്രിൽസ് ഒക്കെ ക്രസ്റ്റി, ഇൻഫ്ലെയിംഡ്, ടിപ്പ് ഓഫ് ദ നോസ് ഷൈനിങ് റെഡ് നോസ് ഓഫ് യങ് വുമൺ. പിന്നെ നോസിൻ്റെ സിംറ്റംസ് ഒക്കെ തന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റ് അവർക്ക് റൈറ്റ് നോസ്ട്രിൽ തുടങ്ങും, പിന്നെ അത് ലെഫ്റ്റിലോട്ട് മാറും. അങ്ങനെ കോൺസ്റ്റൻറ്റ് ബ്ലോയിങ് ഓഫ് ദ നോസ് ഉണ്ടാവും. കോൺസ്റ്റൻറ്റ് ബ്ലോയിങ് ഓഫ് ദ നോസ് ആയിരിക്കും. ആൻഡ് സിംറ്റം സ്റ്റാർട്ട്സ് ഇൻ ദ റൈറ്റ് ദെൻ ഗോസ് ടു ദ ലെഫ്റ്റ്.